എൻ്റെ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അല്ലേ? ആ ഉണ്ട് ഉണ്ട്. ഇതാണ് ആഡ്. ഇത് പഴയ ഫോമാ? അല്ല, ഇതിപ്പോ പുതിയ ഉണ്ടാക്കിയാണ്. ഓക്കെ, ഇതില് വെബ്സൈറ്റിലേക്കാണ് കൊടുത്തിട്ടുള്ളത് താഴെ. ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഈ ഡ്യൂപ്ലിക്കേറ്റ് മേലെ അമർത്തുക. അല്ല, ഇപ്പുറത്തതാ ഫോം കാണിക്കുന്നത് 5 days ബൂട്ട് ക്യാമ്പ് എന്ന്. ആ, അതെ. പക്ഷെ ഇത് ഇങ്ങോട്ട് കട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ. താഴേക്ക് വരാണ്ട് ഞാൻ. ഇതായത് ആ, നോക്കി. ആ, ആരോ ക്ലിക്ക് ചെയ്ത് നോക്കിയാ പറയാം. ഇതാ. ഉം. ആ വെബ്സൈറ്റാ കൊടുത്തിട്ടുള്ളത്. ആ, അപ്പൊ പിന്നെ ഇനി ഫോം എഡിറ്റ് ചെയ്യണ്ട. നേരെ ഇനിയിപ്പോ എന്താ ഇതിലുള്ളത്? ഒക്കെ ക്ലിയർ ആയില്ലേ? ആ, നേരത്തെ ചുവപ്പ് കത്തിയിട്ടേ. ആ ഇപ്പൊ എന്താ അവസ്ഥ? ഇപ്പൊ മിസ്റ്റേക്ക് ഒന്നും ഇല്ലല്ലോ. ക്യാമ്പയിൻ സ്കോർ. ആഡ് ഓക്കെ ആണോ? നിങ്ങള് ജസ്റ്റ് ഒന്ന് പബ്ലിഷ് ചെയ്ത് നോക്കി. ഇതിൽ പൈസ ഉണ്ടാവില്ല, പൈസ ആയിട്ടുണ്ട്. പേയ്മെന്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി. എന്താ ചെയ്യണ്ടേ? നോ ആഡ്സ് എന്നാണല്ലോ കാണിക്കണത്. ആ റീഫ്രഷ് ചെയ്ത് നോക്കി. നോ ആഡ്സ് എന്നാ കാണിക്കണം. ഒന്നുകൂടെ റീഫ്രഷ് ചെയ്താൽ മതി, അത് കുഴപ്പമില്ല. വീണ്ടും നോ ആഡ്സ് എന്നാണ്. ആ, റീഫ്രഷ് ഇതാണ്. ചെയ്താൽ അത് റെഡി, ഓട്ടോമാറ്റിക് ആയിട്ട് ആയിക്കോളും. എഡിറ്റ് നോക്കി നോക്കണം. നോ ആഡ്സ് പ്രശ്നമൊന്നുമില്ല, അത് കുറച്ച് കഴിയുമ്പോൾ അത് ഓപ്പൺ ആയിക്കോളും. അതെ. ആ, ആ, ഇതിപ്പോ ഓക്കെ. ഇനി നമുക്ക് തന്നെയോ? ഉം ഉം.
ഇത് അക്കൗണ്ട് അല്ലേ? ഇത് ഉം. ഈ ഫിറ്റ് വിത്ത് ATF അനീഷ് മുഹമ്മദ് എന്നുള്ളത് ഇത് എന്തായിട്ടാ വരുന്നത്? നോ ആഡ് എന്ന് തന്നെ കാണിക്കണം കേട്ടോ മുന്നേ. അത് കുഴപ്പമില്ല. വരുമോ? ശരിയാവോ? അത് കുറച്ച് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് മാറിക്കോളും. പിന്നെ ആ ഇൻസ്റ്റഗ്രാമിനായിട്ട് ഒന്ന് കണക്ട് ചെയ്യണ്ടേ? Okay. ഇൻസ്റ്റഗ്രാം കണക്ട് ആയിട്ടില്ല ഇപ്പോഴും. ഇല്ല, ഇത് ഓൾറെഡി കണക്ട് ആയതാണ്. ഞാൻ പറയണ ഇതില് ഉള്ള ഇതുണ്ടല്ലോ ഇൻസ്റ്റാഗ്രാം കണക്ട് ആയതില്ല. ഇവിടെ നമ്മള് എന്താ പറയാ, അതാ കണക്ട് അക്കൗണ്ട് എന്ന് കൊടുക്കണം. ബിഫോർ കണക്റ്റിംഗ് സോൾവ് ദ ഇഷ്യൂ എന്ന് കാണിക്കും. അത് നിങ്ങൾക്ക് അതിന്റെ ഫുള്ള് പോർട്ട്ഫോളിയോ, കാരണം വേറെ ഏതോ ഒരു അക്കൗണ്ടിലാണ് അതിന്റെ ഫുൾ കൺട്രോൾ ഉള്ളത്. അതന്നെ അതന്നെ ETF-ന്റെ. അല്ലെങ്കിൽ നിങ്ങൾ നേരെ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കിയിട്ട് അതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇപ്പൊ നേരത്തെ നമ്മൾ എടുത്തില്ലേ, നേരത്തെ ഇപ്പൊ ആഡ് ചെയ്ത അക്കൗണ്ട് ഇല്ലേ, ഉം. അത് ATF നെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഫിറ്റ് വിത്ത് ATF എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് വേറെ ഏത്? നേരത്തെ ഈ അക്കൗണ്ട് ഫിറ്റ് വിത്ത് ATF എന്ന് പറഞ്ഞ ഈ ആഡ് അക്കൗണ്ട് ആ ഇൻസ്റ്റാഗ്രാം പേജ് ആയിട്ടുള്ള ഫിറ്റ് വിത്ത് ATF നായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഉണ്ടായിരുന്നത്, ഈ ആഡിൽ ഉണ്ടായിരുന്നത് മറ്റേതായിരുന്നു, അനീഷ് ഡിജി വെൽത്ത് എന്നുള്ള ഹിന്ദി ഇൻസ്റ്റാഗ്രാം പേജ് ആയിരുന്നു. അതിപ്പോ ഡിസ്കണക്ട് ആക്കിയപ്പോൾ നിങ്ങള് കണക്ട്. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്താണ്. ഈ ETF ആയിട്ട് ഏതാ കണക്ട് ചെയ്തുള്ള നോക്കി. ഈ ATF നെറ്റ് ഫിറ്റ് വിത്ത് ATF പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്ത് റൈറ്റ് സൈഡിൽ ലെഫ്റ്റില് ലിങ്ക്ഡ് അക്കൗണ്ടില് ഏതാ കണക്ട് ആയിട്ടുള്ളത്? ഇൻസ്റ്റഗ്രാം കണക്റ്റഡ് അല്ലല്ലോ ഇതില് ETF ആയിട്ട്. ഫിറ്റ് വിത്ത് ETF ആയിട്ട് ഏതാ കണക്ട് ചെയ്തിട്ടുള്ളത്? അത് മറ്റേത് ഫിറ്റ് വിത്ത് ATF എന്ന് പറഞ്ഞ വേറൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ഞാൻ വേറൊരു കാര്യം പറഞ്ഞു കേട്ടാ. ഈ ആ ഇൻസ്റ്റാ ഫേസ്ബുക്ക് ഈ അതായത് പണ്ട് അത് കണക്ട് ചെയ്യാൻ നിർബന്ധമായിരുന്നു. ഇനി അങ്ങോട്ട് നമ്മൾ വല്ലാണ്ട് നിർബന്ധിക്കണം എന്നില്ല. കാരണം എന്താ പറയാൻ കാരണം ഇപ്പത്തെ യങ് പിള്ളേരൊക്കെ വെറും ഇൻസ്റ്റഗ്രാം മാത്രം വെച്ചിട്ടാണ് അവര് കളിക്കുന്നത്. കളിക്കുന്നത്. അവർക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് പോലും ഇല്ല, പേജ് പോലും ഇല്ല. അപ്പൊ കാരണം എന്താ വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിന് ആഡ്സ് മാനേജറൊക്കെ എങ്ങനെ ചെയ്യലവര്? ആഡ്സ് മാനേജർ സെപ്പറേറ്റ്. സത്യത്തിൽ ഈ പിള്ളേര് ആഡ്സ് ചെയ്യുന്നില്ല എന്നുള്ള സത്യം, എന്നിട്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതൊന്ന്. രണ്ടാമത്തത്, ഈ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ സെപ്പറേറ്റ് ഇൻസ്റ്റാഗ്രാമിന്റെ ആഡ്സ് മാനേജർ ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കാൻ പറ്റുമല്ലേ? അതെന്താ വെച്ചാൽ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിട്ട് ആ. നേരെ ബൂസ്റ്റ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ തന്നെ കാണിക്കും ഇൻസ്റ്റാഗ്രാമിന്റെ ആഡ്സ് മാനേജർ വേണോ, നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ആഡ്സ് മാനേജർ വേണമെന്ന്. ഇൻസ്റ്റാഗ്രാമിന്റെ കൊടുത്താൽ മതി. അപ്പൊ ഇൻസ്റ്റാഗ്രാമിന്റെ ഉള്ളിൽ തന്നെ ആഡ്സ് മാനേജർ കിട്ടും. പക്ഷെ നമ്മളൊക്കെ ചെയ്തു വന്നിട്ടുള്ളത് ഇത്ര കാലം ഫേസ്ബുക്ക് വഴിയല്ലേ? അതെന്താ വെച്ചാൽ നമ്മൾ അന്ന് അങ്ങനെ പഠിച്ചോണ്ടാ. പക്ഷെ ഇപ്പത്തെ ഇതില് നമുക്കത് നിർബന്ധം ഇല്ലാതായി വന്നിട്ടുണ്ട്. കാരണം ഓരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. എവിടെയാണ് കാരണം ഇപ്പത്തെ ഇൻസ്റ്റാഗ്രാമിൽ എവിടെയാണ് പോലും ഇൻസ്റ്റാഗ്രാം നിങ്ങൾ മൊബൈൽ ഓപ്പൺ ആക്കണം. മൊബൈലിലേ പറ്റുള്ളൂ? മൊബൈലിലാണ് ചിലപ്പം കൂടുതൽ ഓപ്ഷൻസ് കിട്ടുക. ആ ആ. എവിടെ കിട്ടുക ഒന്ന് പറയാൻ പറ്റുമോ? നിങ്ങളെ വീഡിയോയുടെ
എൻ്റെ വീട് എൻ്റെ പ്രൊഫൈൽ അല്ലേ? ഇതാ ആ വീഡിയോ ഓപ്പൺ ആക്കി വീഡിയോ വീഡിയോ. ആ വീഡിയോ ഓപ്പൺ ആക്കി. ആ ബൂസ്റ്റ് റീൽ ഉണ്ടോ? ആ ബൂസ്റ്റർ. ചൂസ് ന്യൂ മ്യൂസിക്, ബൂസ്റ്റ് അതർ കണ്ടന്റ്, ഈ ചൂസ് മ്യൂസിക് മ്യൂസിക്. കോപ്പിറൈറ്റ് ഉള്ള മ്യൂസിക്കാ? അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ബൂസ്റ്റ് അതർ കണ്ടന്റ് വേറെ ഏതെങ്കിലും വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പൊ അതില് അക്കൗണ്ട് കണ്ടോ മുകളില്? ആഡ് അക്കൗണ്ട് ഏറ്റവും ടോപ്പില് അനീഷ് മുഹമ്മദ് 2117. അതല്ല നിങ്ങളെ മറ്റേത്, നിങ്ങൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ളത്. ഓപ്പൺ ആക്കണ്ട. അല്ലാതെ ഇത് നേരെ ഫേസ്ബുക്കിലേക്കാണ് ചോദിക്കണത്. അതൊന്നും ഓപ്പൺ ആക്കണ്ട, അത് ഓൾറെഡി അവിടെ ഉണ്ട്. ആ അല്ല പിന്നെ ആഡ് അക്കൗണ്ട്. ഇത് നമുക്കിപ്പോ ഇതിന്റെ ഇത് ചോദിക്കണ്ടല്ലോ, യൂസർ നെയിം പാസ്വേഡ്. അതിനകത്ത് ക്ലിക്ക് ചെയ്യണ്ടല്ലോ. ഇവിടെ താഴെ ഇപ്പുറത്തത് എന്തൊക്കെയാ ചെയ്യാണ്ട്. ഇപ്പുറത്തതാ എവിടെ പിന്നെ? അത് ക്ലോസ് ചെയ്താണ്. ഇപ്പുറത്ത് കണ്ടില്ലേ, വിസിറ്റ് യുവർ പ്രൊഫൈല്, വിസിറ്റ് യുവർ വെബ്സൈറ്റ്, മെസ്സേജ് ആണോ എന്താ വേണ്ടത് വെച്ചാൽ അത് കൊടുത്താൽ മതി. മെസ്സേജ് എന്ന് പറഞ്ഞത് ഏതാണ് കൊടുക്കുന്നത്? നിങ്ങൾക്ക് വെബ്സൈറ്റിലേക്കാണെങ്കിൽ വെബ്സൈറ്റ് കൊടുക്കുക. വെബ്സൈറ്റ് കൊടുത്തു. മെസ്സേജ് എന്ന് പറഞ്ഞാല് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ മെസ്സേജ് വരും. വെബ്സൈറ്റ് ആണെങ്കിൽ അതിന്റെ ലിങ്ക് എവിടെ വരിക? അതൊക്കെ വരും അടുത്ത ഓരോ സ്റ്റെപ്പിൽ ചോദിക്കണ്ട. ഓരോന്ന് നോക്കി താഴേക്ക്. അല്ല അവിടെ ഓപ്ഷൻ അതാ മുകളില്. ഇവിടെ കുഞ്ഞു ആ വെബ്സൈറ്റിന്റെ അതിൽ നിങ്ങൾ താഴത്തുണ്ട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇവിടെ അതില് അതാണെങ്കിൽ അത്, അല്ലെങ്കിൽ മാറ്റി കൊടുക്കും. അപ്പോ ആ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് തന്നെ വരുമോ? അനിയോ ഇൻസ്റ്റാഗ്രാം ടാർഗറ്റ് ഓഡിയൻസിലേക്ക് പോകും പോലെ. സാധാരണ നമുക്ക് ഇതിലുള്ള ജിയോഗ്രാഫി അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻ ഇല്ലേ? അതൊക്കെ പോവാൻ പോവല്ലേ. ഇനിയിപ്പോ കണ്ടന്റ് അനുസരിച്ചിട്ട് ഓഡിയൻസ് AI ഫിക്സ് ചെയ്ത് വിടല്ലേ. അതെ. സൈൻ അപ്പ് ചെയ്യല്ലേ? സൈനപ്പ്. എന്താണ് കണ്ടന്റ്? ലേൺ മോർ കിട്ടാണ്. ഇതല്ലേ? അതെ. ഓക്കെ, ഇനി എന്താ ചെയ്യാൻ? ഇനി താഴേക്ക് എത്താം. ഇനി അതിൽ നിങ്ങൾ അത് കൊടുക്കുക. മുകളില് ഏജ്, ജെൻഡർ, നേരെ മുകളില് ഇവിടെ അല്ലേ? അതില് കാസർഗോഡ്, മലപ്പുറം. ഇപ്പൊ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതാണ് അന്ന്. ഇപ്പൊ മറ്റേന് വേണ്ടിട്ടേ ഇത് മറ്റേ ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള ആഡ് ഇല്ലേ, അതിന്റെ ആണിത്. എന്നാ പിന്നെ സേവ് ചെയ്താണ്. നേരെ സേവ് ചെയ്തിട്ട് വേറെ അതൊക്കെ ഓക്കെ. പിന്നെ ഇനിയിപ്പോ അത് മതിയുണ്ടായി, അത് മതിക്ക് ക്രിയേറ്റ് യുവർ ഓൺ കൊടുത്താൽ പുതിയത് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അത് മതിയെങ്കിൽ പിന്നെ ഇനി ഡെയിലി ബഡ്ജറ്റ് കൊടുക്കാം. ടാർഗറ്റിംഗ് ഓപ്ഷൻ മാനുവൽ എന്ന് പറഞ്ഞാല് ഇനി വേറെ ആരെങ്കിലും മുകളിൽ കൊടുത്തു തന്നെ അത് വേറെ പുതിയത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഉണ്ടാവാറ്. ഓക്കെ, ഡെയിലി ബഡ്ജറ്റ് കൊടുക്കുക.
This ad budget exceeds your 1200 account spending limit. Increase your spending limit without pausing. 1000 മുകളിലാക്കണം എന്നല്ലേ? അത് ഇൻക്രീസ് സ്പെൻഡിങ് ലിമിറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കി. എത്ര കൊടുക്കുക? ഓട്ടോമാറ്റിക്കലി ഓൺ ഫസ്റ്റ് എവറി മന്ത് ഫസ്റ്റ് അത് ക്ലിയർ ആവും. ഒരു വേണ്ട. എമൗണ്ട് കൂട്ടിട്ടോളി, ഒരു 10,000 എന്തെങ്കിലും എമൗണ്ട് 10,000? കൂട്ടിട്ടാ മതി. വെറുതെ കൊടുത്താൽ മതി. 10,000? ഉം. ഇത് നമുക്ക് ഓട്ടോമാറ്റിക് കട്ടാവുന്നില്ലല്ലോ? അത് 10,000 ആവുന്നവരെ ഇനിയിപ്പോ അത് ലിമിറ്റ് പറയില്ല. ഡൺ കൊടുത്തിട്ട് അങ്ങനെയല്ലേ? ഓക്കെ, ഇനി താഴേക്ക് എടുക്കുക, ബഡ്ജറ്റ് കൊടുക്കുക. ബഡ്ജറ്റ് ഇപ്പൊ കൊടുത്തില്ല നമ്മള്. അത് മതി. ഇനി റൺ ദിസ് ആൻറ്റിൽ പൗസിറ്റ് ഡ്യൂറേഷൻ ഉണ്ടോ? ഇതെന്താ പൊന്നോ? ഇത് ആഡ് ബഡ്ജറ്റ് എക്സീഡ്സ് ഹിയർ. അത് നോക്കണ്ട. നോക്കണ്ടല്ലോ. പിന്നെ സെറ്റ് ഡ്യൂറേഷൻ, അതിന്റെ ഡേറ്റ്. സെറ്റ് ഡ്യൂറേഷൻ എവിടെയാണ്? ഇവിടെ. ഇവിടെ അല്ലേ? ഒരു 3 ദിവസം കൊടുക്കാം. 3 ദിവസം ചെയ്താൽ മതി, പിന്നെ വേണമെങ്കിൽ മാറ്റി ചെയ്താൽ ആ മതി. ഇനി നേരെ ബൂസ്റ്റ് റീൽ കൊടുക്കുക. ഇപ്പൊ ഓൾറെഡി നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ ആഡ്സ് മാനേജറിൽ. ഇത് ഇൻസ്റ്റാ റീലാണ്. ഇൻസ്റ്റയ്ക്ക് മാത്രം. അപ്പൊ ഈ ഇൻസ്റ്റയില് പോകൂലേ? ഇത് ഇൻസ്റ്റേ പോവും. അല്ല പൊന്നോ, അതും ഇൻസ്റ്റയില് പോകൂലേ? അതും അത് ഇൻസ്റ്റയ്ക്ക് പോവും. വരില്ലേ? ഇതിപ്പോ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇനി ഇൻസ്റ്റ മാത്രം ഫോക്കസ് ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താണ്ട് വിട്ടാൽ മതി. അല്ലടോ, അപ്പൊ ആ പൈസ പോവും, ഈ പൈസ പോകൂലേ? അല്ല, നിങ്ങൾക്ക് ആ പൈസ നിങ്ങൾ എത്ര അവിടെ ആഡ് ചെയ്ത്? 500 രൂപ. ഒന്ന് ബാക്ക് ചെയ്താണ്. ഓക്കെ, ഒന്നുകൂടെ. ഇനി ഒന്നുകൂടെ ബൂസ്റ്റ്. ഇനി നെക്സ്റ്റ് താഴത്ത്. നെക്സ്റ്റ്. ആ സെയിം ആഡ് അക്കൗണ്ട് തന്നെയല്ലേ പൈസ ആഡ് ചെയ്ത്? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഒന്ന് ക്രോസ് ചെക്ക്. അല്ല പൊന്നോ, ഈ സെയിം ആഡ് അക്കൗണ്ട് ഇതാണ്. സെയിം ആഡ് അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ആഡ്സ് മാനേജർ ഓപ്പൺ ആക്കിയിട്ട് ലാസ്റ്റ് 17 അങ്ങനത്തെ ആണ്. ആഡ്സ് മാനേജർ ഓപ്പൺ ആക്കിയാണ്. ആഡ്സ് മാനേജർ. One. എന്തുണ്ട്? ഇത് ഏത് അക്കൗണ്ട്? ഇതല്ലല്ലോ അക്കൗണ്ട്. പൊന്നോ, ആഡ്സ് മാനേജറിൽ ഇപ്പൊ നമ്മൾ നേരെ ഓപ്പൺ ചെയ്തില്ലേ? നിങ്ങൾ ഒന്നുകൂടെ ഓപ്പൺ ആക്കി. ഏതാ മെയിൽ? ഫേസ്ബുക്ക് ഏതാ ഓപ്പൺ ആക്കണപ്പോ? അതല്ലേ ഫസ്റ്റ് ഇതല്ലേ? ഫസ്റ്റത്തെ അതാണ് ഇപ്പൊ ഫസ്റ്റ് നമുക്ക് ഓണാക്കി. പക്ഷെ നിങ്ങളുടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് വേറെ ഏതോ പാസ്വേഡ്. അല്ലേ? അല്ല, ഇപ്പൊ അതിന്റെ ആവശ്യം വന്നില്ലല്ലോ, നേരെ ഓൺ ആയതാണല്ലോ. പിന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കിയില്ലേ, അതില് സെപ്പറേറ്റ് ആഡ്സ് മാനേജർ ഓപ്പൺ ആക്കിയല്ലോ, അതുകൊണ്ടായിരിക്കും.
എന്താണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് വന്നിക്കണെന്ന് പറഞ്ഞു. പൊന്നിയോ? ഇൻസ്റ്റാഗ്രാം നോട്ടിഫിക്കേഷൻ ഫേസ്ബുക്കിന്റെ അല്ലേ? അതെ, ഫേസ്ബുക്കാണ്. എന്തൊക്കെ ഇൻസ്റ്റ എന്നല്ല കൊടുത്തിക്കണം. ഫേസ്ബുക്ക് അക്കൗണ്ട് അല്ല ഇപ്പൊ ഓപ്പൺ ചെയ്യണത്. അതെ, ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി നോക്കി. ഫേസ്ബുക്ക്. ആ ശരി. കൊടുത്ത്. പക്ഷെ ഇതെല്ലാം അക്കൗണ്ടാണ്. നിങ്ങൾ പാസ്വേഡ് അടിച്ച് മാറുണ്ടല്ലോ. ഇത് മറ്റേ ഫേസ്ബുക്ക് അക്കൗണ്ടാ. നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. ഇത് ഫേസ്ബുക്ക് അക്കൗണ്ട് വേറെ അല്ലേ? ഇതല്ലേ? കംപ്ലീറ്റ് സെറ്റപ്പും ക്രിയേറ്റ് പാസ് കീ ഉണ്ടല്ലോ. അത് സെക്യൂരിറ്റി കൂട്ടാനാണ്. അത് വേണമെന്ന് ക്ലോസ് ചെയ്ത് നോക്കി. അത് മാത്രം ക്ലോസ് ചെയ്താൽ. ഇത് നിങ്ങളൊന്ന് പാസ്വേഡ് ഒന്ന് മാറ്റിയിട്ട് സേഫ് ആക്കി വെച്ചാട്ടാ. കാരണം വീക്ക് പാസ്വേർഡാന്ന് പറയും. എത്ര വലിയ പാസ്വേഡാണ് കൊടുത്തുള്ളത്? FDRL @#2025 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ 2 ഫാക്ടർ കൊടുത്തിട്ടുണ്ടോ? വേണ്ട വേണ്ട വേണ്ട, ഒരിക്കൽ പെട്ടതാണ് പറഞ്ഞു. നിങ്ങളെ മൊബൈലിലേക്ക് കൊടുത്താൽ മതി. 2 ഫാക്ടർ അല്ലേ? ഫേസ്ബുക്കാണ് കൊടുത്തത്. ഫേസ്ബുക്ക് ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പില് കോഡ് വരൂ. 2 ഫാക്ടർ ഇല്ലെങ്കിൽ പിന്നെ കയ്യിൽ നിന്ന് പോക്കോണ്ടൊക്കെ. അതാണ്. വേറെ ആരെങ്കിലൊക്കെ ലോഗിൻ ചെയ്താൽ കിട്ടൂല പിന്നെ. ഷോണൊന്നുമില്ലല്ലോ. കോഡ് വന്നോ? കോഡ് ഇല്ല പറഞ്ഞു. വാട്സപ്പ് നമ്പർ ഇതിലേതാ നമ്പർ കൊടുത്തെന്ന് അറിയില്ലേ? അറിയാം. 97 44 68 85 84. ഗെറ്റ് ന്യൂ കോഡ് കൊടുത്ത് നോക്കി. ചിലപ്പോ ടൈം എടുക്കുന്നല്ലോ, ചിലപ്പോ ഡിലേ ഉണ്ടാവും. അതെ. വരുന്നില്ല. അത് നിന്നാ പിന്നെ ചെയ്താൽ മതി എന്നാ. ഇപ്പൊ ഒന്ന് ചെക്ക് ചെയ്ത് ആഡ്സ് മാനേജർ ചെക്ക് ചെയ്ത് നോക്കി. എവിടുക്കാൻ വേണ്ടി? ആഡ്സ് മാനേജർ. ഇത് ആഡ്സ് മാനേജർ അല്ല, ഇത് അക്കൗണ്ട് സെന്റർ അല്ലേ? ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന് പിന്നാലെ ഭാരതം കൂടുതൽ ഡ്രോണുകൾക്ക് ഓർഡർ നൽകിയിരിക്കുകയാണ്. പരീക്ഷണമോ? സാധാരണ ഡ്രോണല്ല, എറോൺ മാർക്ക് 2 ഒരു മീഡിയം ഓൾട്ടിറ്റ്യൂഡ്
എൻഡ്യൂറൻസ് UAV ആണ്. ഏകദേശം 35,000 അടി വരെ ഉയരത്തിൽ 40-ലധികം മണിക്കൂർ തുടർച്ചയായി പറക്കാൻ ഇതിന് ശേഷിയുണ്ട്. ഇതിലൂടെ വിശാലമായ നമ്മുടെ സമുദ്ര മേഖലകൾ കൂടുതൽ ശക്തമായി നിരീക്ഷിക്കാനും ഭീഷണികളെ ഇന്റർവ്യൂയിലേക്ക് പോയിട്ടാ പിന്നെ ഇത് ആ അക്കൗണ്ട് അല്ല, അത് വേറെ അക്കൗണ്ട് ആണ്. അല്ല 117 എന്നുള്ള അക്കൗണ്ട് ഉണ്ടോ? 117 ഇതാണോ ആഡ് അക്കൗണ്ട്? അതാണ്. അതിലാണ് ആ ഇൻസ്റ്റാഗ്രാമിന്റെ ആഡ് പോവുക. അതിലിപ്പോ ഫണ്ട് ഉണ്ടോ നോക്കി ഓപ്പൺ ചെയ്തിട്ട്. ഇതിലോ ഉണ്ടാവില്ല. ചെക്ക് ചെയ്ത് നോക്കി. പട്ടിയുടെ പാതയിൽ വളർത്തുന്നത് മക്കൾക്ക് ശരിയായ ദിശ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് ഇതിലേ 16 രൂപ ഉള്ളു. അതുകൊണ്ടാണ് അത് ഫണ്ട് ആഡ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ ഒരു കാര്യം ചെയ്തു, ഇൻസ്റ്റാഗ്രാം നേരെ മറ്റേ ആഡ് അക്കൗണ്ട് കൊടുത്താൽ മതി. ഇത് ക്ലോസ് ചെയ്ത് ഈ ബാർകോഡ് ക്ലോസ് ചെയ്തിട്ടേ ഇനി എന്താ ചെയ്യണ്ടേ? ഏറ്റവും മുകളിലുള്ള ആഡ് അക്കൗണ്ട് ഇല്ലേ, അത് ക്ലിക്ക് ചെയ്ത് നോക്കി, എന്നിട്ട് മാറ്റി കൊടുത്താൽ മതി. എങ്ങനെ മാറ്റിയോ? വെയിറ്റ് കണ്ടിന്യൂ. ചേഞ്ച് ഫേസ്ബുക്കാ. കണ്ടിന്യൂ. ചേഞ്ച് ഫേസ്ബുക്ക്. ഒരു മിനിറ്റ്. ചേഞ്ച് ഫേസ്ബുക്ക് ആഡ് അക്കൗണ്ട്. ചേഞ്ച് കൊടുക്കുക. ചേഞ്ച് നമുക്ക് ഇത് രണ്ടാമത്തെ ആഡ് വന്നു. ഡൺ. കണ്ടിന്യൂ. സെറ്റായി. നീ കൊടുത്തോളൂ. ബൂസ്റ്റ് അമർത്തണേ. ഇതിൽ പിന്നെ പൈസ അയക്കുന്നല്ലോ. അത് അത്ര എമൗണ്ട് വേണ്ട. നിങ്ങൾ ഡെയിലി 445 കൊടുത്തുള്ളൂ. അത് കുറച്ചാൽ മതി. ബാക്ക് ചെയ്യാം. ഓക്കെ. അതൊക്കെ ഓൾ സെറ്റ്. എല്ലാം നമ്മൾ അന്ന് സ്റ്റക്കായി നിന്നില്ല പൊന്നു. ഈ ഫേസ്ബുക്കില് ആ അക്കൗണ്ട് കണക്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ. ഈ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ ATFന്റെ അക്കൗണ്ട് ATFിൽ നമ്മൾ അനീഷ് ലിങ്കഡ് അക്കൗണ്ട് ചെയ്തിരുന്നേ. അപ്പോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത്. ഇതെന്താ ഇങ്ങനെ? ബിഫോർ കണക്ട് യു നീഡ് റിസോൾവ് ദ ഇഷ്യൂ. നിങ്ങൾക്ക് ഇതിന് അഡീഷണൽ ആക്സസ് വേണം. ഇപ്പോഴുള്ള ആക്സസ് പോരാ ഇതില്. ചിലപ്പം ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിന് ATFന്റെ ഫുൾ കൺട്രോൾ ഉണ്ടാവില്ല. അനീഷ് ഡിജി വെൽത്ത് കണക്ട് ചെയ്യായിരുന്നു. അത് പിന്നെ ഡിസ്കണക്ട് ആക്കിയില്ലേ? പിന്നെ പറ്റണില്ല.
ഉം. എന്താ പറ്റിയ? ഇതിലിപ്പോ ഇത് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അതിന്റെ ആക്സസ് ഫുൾ കൺട്രോൾ ഇല്ല. മറ്റേ ഫിറ്റ് വിത്ത് ATFന്റെ അവസ്ഥ എന്താ നോക്കി? ഫിറ്റ് വിത്ത് ATF കണക്റ്റഡ് ആണ് ഫേസ്ബുക്കിനായിട്ട്. അത് ഇതിനായിട്ട് കണക്റ്റഡ് ആണ്. ഇതാ ഇതിനായിട്ട് കണക്റ്റഡ് ആണ്. ഇത് അക്കൗണ്ട് ആണോ? നോക്കി ചെക്ക് ചെയ്ത് നോക്കി. ഈ അക്കൗണ്ടും പേജും എങ്ങനെ മനസ്സിലാവുക? പേജ് ഹാസ് നോ ഇഷ്യൂ. പേജ് ആക്സസ് അല്ലല്ലോ, ലിങ്ക്ഡ് അക്കൗണ്ട് താഴെ. ലിങ്ക്ഡ് അക്കൗണ്ട് എവിടെയാണ് വരുന്നത്? ഗ്രോ വിത്ത് അനീഷ് ഇത് കണക്റ്റഡ് ആണ്. വാട്സപ്പ് മെമ്പർ കണക്റ്റഡ് ആണ്. വാട്സപ്പ് അല്ല, ഇൻസ്റ്റഗ്രാം. ഇൻസ്റ്റ കണക്റ്റഡ് ആണ്. അതാ ഗ്രോ വിത്ത് അനീഷ് എന്നുള്ളത് കണക്റ്റഡ് ആണ്. അപ്പൊ അത് റെഡിയാണ്. ATFന്റെ എന്താണ് ഇത് റെഡിയാണ്. നമുക്ക് ഞാൻ പറയണേ ഇതാണ് ഈ സാധനം. അത് അവിടെ നിങ്ങൾ എഴുതിയ കണ്ടില്ലേ, അത് നമുക്ക് അതിനെ ഫുള്ളായിട്ട് ചെയ്യാനുള്ള ആക്സസ് ഇല്ല എന്നാ പറയണത്. എന്താ അങ്ങനെ ബുദ്ധിമുട്ട് വരുന്നത് അറിയോ? ബുദ്ധിമുട്ട് വരിക എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ പറയാനുള്ളത് വേറെ അതിന് നിങ്ങൾക്ക് ഒരു ഹെവി വണ്ടി ഓടിക്കണമെങ്കിൽ അതിനെന്താ വേണ്ടത്? ലൈസൻസ് വേണം. പക്ഷെ ഉണ്ടായിരുന്നാണ് പൊന്നോ, നമ്മൾ ഡിസ്കണക്ട് ചെയ്യാൻ എന്നോട് പറഞ്ഞില്ലേ, എന്നിട്ട് വേറെ ആക്കിക്കോന്ന് പറഞ്ഞില്ലേ. അതല്ലാന്ന്, ഞാൻ ഫസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി അതായത് ഉദ്ദേശിച്ച അതിലാണ്. നിങ്ങൾക്ക് ഇപ്പോ ഈ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റൂല. പറ്റൂല. അത് അത്ര ഓപ്ഷനേ അതിലുള്ളൂ. അതല്ലാത്തപ്പോ എനിക്കും ചെയ്യാൻ പറ്റൂല, പക്ഷെ അന്ന് കണക്ട് നിങ്ങൾക്കും ആയത് ചെയ്യാൻ എങ്ങനെ? പറ്റൂല. എടോ നിങ്ങൾ പറയുന്നില്ലേ അത് ഡിസ്കണക്ട് ആയിട്ട് നിങ്ങൾക്ക് ഏത് അക്കൗണ്ടാണ് വേണ്ടി അത് കണക്ട് ചെയ്തോളി എന്ന് പറഞ്ഞില്ലേ. ആ സമയം വരെ ഉണ്ടായിരുന്നു, കണക്റ്റഡ് ആയിരുന്നു. അതെങ്ങനെ പറ്റി? അത് മുന്നേ എപ്പോഴെങ്കിലും കണക്റ്റഡ് ആവും, പക്ഷെ നിങ്ങൾ ഡിസ്കണക്ട് ചെയ്തപ്പോ അത് ഉം. പോയി. പിന്നെ നിങ്ങൾക്ക് കണക്ഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇല്ല. നിങ്ങൾ അന്ന് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, തൽക്കാലം ഇപ്പൊ നിങ്ങൾ അത് കണക്ട് ഒന്നും ചെയ്യണ്ട. ഇപ്പൊ സെപ്പറേറ്റ് നിങ്ങൾക്ക് അതേ ആഡ് അക്കൗണ്ട് തന്നെ യൂസ് ചെയ്തിട്ട് അപ്പുറത്ത് ചെയ്യാൻ പറ്റുന്നില്ലേ? അതെ പൊന്നു നോക്കൂ. പക്ഷെ അനീഷ് ഡിജി വെൽത്തിനെറ്റേ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ എങ്ങനെ പറ്റുക? സെപ്പറേറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യണോ? അല്ല, വീഡിയോ അപ്ലോഡ് പക്ഷെ ആഡ്സ് മാനേജറിൽ ഇൻസ്റ്റ കണക്ട് ചെയ്യണ്ടേ? അപ്പോ ആ ATFന്റെ ഇൻസ്റ്റന്റെ ലിങ്ക് മാറ്റിയിട്ട് പിന്നെ ഡിജി വെൽത്ത് മാറ്റിയാണ് വേണ്ടത് ഇനി. ഞാൻ ചോദിക്കട്ടെ, ഈ ഇൻസ്റ്റാഗ്രാം ഇപ്പൊ കണക്ട് ചെയ്തിട്ടില്ല വെച്ചാൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല പൊന്നു, എനിക്ക് അറിയായിരുന്നില്ല. നമ്മള് പഠിച്ചതും മനസ്സിലാക്കിയതും കണക്ട് ചെയ്യണമെന്നായിരുന്നു. ഇനി കണക്ട് ചെയ്യാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പൊ പിന്നെ ഇനിയിപ്പോ കണക്ട് ചെയ്തില്ല വെച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, അത്രേ ഉള്ളൂ. കണക്ട് ചെയ്യാൻ പറ്റുന്നത് കണക്ട് ചെയ്യാ, അത്രേ ഉള്ളൂ. മറ്റേ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റാൻ ഓപ്ഷൻ ഇല്ലാത്ത ഇപ്പൊ നമ്മളിങ്ങനെ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? ബ്ലോക്ക് നിങ്ങളെ അസിസ്റ്റന്റ് ആവാൻ പറ്റുമോ? ഒരു ശമ്പളം തരണ്ടടാ എന്റെ കൂടെ എങ്ങനെ നിങ്ങളിപ്പോ എന്തിരുന്ന് പഠിക്കണ്? എന്ത് പഠിക്കണ്? എന്റെ അസിസ്റ്റന്റ് ആവാൻ പറ്റും എനിക്ക്. എന്ത് അസിസ്റ്റന്റ്? നിങ്ങൾ എന്താ കുറച്ച് സാഹചര്യം എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവില്ല. എനിക്കൊന്നും മനസ്സിലാവില്ല നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്. എടോ എന്റെ കാര്യങ്ങളൊക്കെ അസിസ്റ്റ് ചെയ്യാനും എന്റെ കൂടെ നിൽക്കാനൊക്കെ എനിക്കൊരു അവസരം തരും, പഠിക്കാനും ഇതാക്കാനും. അതന്നെ, നിങ്ങൾ എന്താണ് ഇപ്പൊ പഠിക്കാന്ന് ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലാവില്ല. അല്ല, എന്റെ വർക്കുകളും എന്റെ ക്ലയന്റിന്റെ വർക്കുകളും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ചെയ്തുതരാം. അതിന് മാത്രം ഇല്ലാന്ന്. ഞാൻ ഇപ്പൊ കൂടുതലും ട്രെയിനിങ്ങിലേക്ക് മാറിയല്ലേ. ക്ലയന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് തന്നെ ഉള്ളൂ. ഒരു സപ്പോർട്ട് നിലയ്ക്ക് ആൾക്കാരെ ഫോളോ അപ്പ് ചെയ്യാനും വിളിക്കാനും മീറ്റിങ്ങിലേക്ക് എത്തിക്കാനും എന്താ വേണ്ടി വെച്ചാല് ഓർമ്മപ്പെടുത്താനും ഞാനും മെച്ചപ്പെടണം. അതുമ്മക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളെ പണി ആരാ നോക്കുക? എന്ത് പണി ഇപ്പൊ ഞാൻ ചെയ്യണം? ഇപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ല പൊന്നു. അവലെ കഴിഞ്ഞ പിന്നെ ഞാൻ ഫ്രീ ആടെ പൊന്നു. പിന്നെ ഇതൊക്കെ ഇപ്പൊ
ഈ ഇതിലിപ്പോ നീ നിങ്ങള് വെബ്സൈറ്റിക്കോ അത് ഇതിക്കോ കൊടുത്ത അതിന്റെ ഫോളോ അപ്പ് ആരെടുക്കപ്പോ? ഏത് ഇതിനൊക്കെ ആൾക്കാരെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഫോളോ 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 മീറ്റിംഗ് ടൈം 3:13. ഏഹ് ഓക്കെ, അപ്പൊ ഞാൻ അടുത്തത് നോക്കാം. എന്താ പറ്റിയ? നോക്കാം, എന്തെങ്കിലും വഴി ഉണ്ടോ നോക്കാം.